10-12 സ്റ്റേറ്റിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ. നമ്മുടെ ഒരു വീട്ടിൽ വന്ന ഒരു ലക്ഷ്മി, നല്ലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ആക്ച്വലി വന്നത് തന്നെ ഗൾഫിൽ പോകാനായിട്ട് വന്നതാണ് മുംബൈ. വെൽക്കം ടു ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുംബൈ നഗരത്തിലെ പ്രശസ്തമായ ശ്രീ ഇലക്ട്രിക്കൽസ് എന്ന ഇലക്ട്രിക്കൽ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ സാരഥി ശ്രീ കുമാർ സാറാണ്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ശ്രീ കുമാർ സർ, നാട്ടിൽ എവിടെയാണ്? കൊട്ടാരക്കര. സർ, എത്ര വർഷമായി ഇവിടെ മുംബൈയിലെത്തിയിട്ട്? മുംബൈ വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. വന്നിട്ട് എന്തായിരുന്നു ആദ്യമായിട്ട് സാർ ജോലി ചെയ്യായിരുന്നു, അതോ ബിസിനസ് സ്ഥാപനം ഇങ്ങനെ? ആദ്യമായി ഞാൻ ഒരു കമ്പനിയിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. ഓക്കെ. ചെറിയ കമ്പനിയിൽ തുച്ഛമായ ശമ്പളത്തിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുമായിരുന്നു. ഓക്കെ. ജോലി ചെയ്തിട്ട് അവിടുന്ന് പണി പഠിക്കണമെന്നുള്ളൊരു ഇതോടുകൂടി പണി പഠിച്ച് അവിടുന്ന് പല കമ്പനിയിലും പിന്നെ ജോലി ചെയ്ത് ആക്ച്വലി വന്നത് തന്നെ ഗൾഫിൽ പോകാനായിട്ട് വന്നതാണ് മുംബൈ. അന്നേരത്തെ വട്ടച്ചെലവിന് വേണ്ടിയിട്ടുള്ളൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ ആ ജോലി ചെയ്ത് ഇവിടെ പണിയൊക്കെ പഠിച്ച് വന്ന് അങ്ങനെ നമ്മൾ കുറച്ച് കമ്പനികളുമായിട്ട് ജോലി ചെയ്ത് വന്നതിന് ശേഷം ലീല ഹോട്ടലിൽ ഒരു സ്ഥാപനത്തിൽ കൃഷ്ണൻ നായരുടെ ഹോട്ടലിൽ ജോലിക്ക് അവർ തന്നെ ലേബർ കോൺട്രാക്ടർ പണി തരികയും അതിൽ നിന്ന് പല അവരുടെ മുൻപിലുള്ള മറ്റുള്ള ഹോട്ടലുകളിലെല്ലാം ലേബർ സപ്ലൈ കൊടുക്കുകയും പിന്നെ അവർക്ക് അവരുടെ തന്നെ ജോബുകൾ മെറ്റീരിയൽസ് ഉൾപ്പെടെ ചെയ്യാനുള്ള അവിടെ നിന്നുള്ള കുറേ സാറുമാരുടെ പിന്തുണയോടുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തതോടുകൂടി അങ്ങനെ അവരുടെ ഗോവ, ബാംഗ്ലൂർ, ചെന്നൈ എല്ലായിടത്തും പണിയാനുള്ള ഒരു മൊക്ക കിട്ടി. അതെ, ലീല ഗ്രൂപ്പ് പോലുള്ള ഒരു ഗ്രൂപ്പിൽ നമുക്ക് ആദ്യം കോൺട്രാക്ട് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമല്ല. അതെ അതെ അതെ, തീർച്ചയായും. അത് സാറിന്റെ മുമ്പോട്ടുള്ള ഇതിലേക്ക് പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു ലീലയുടെ ഒരു പ്രൊഫൈലാണ് ഇന്ന് എനിക്കുള്ള ബോംബെയിലെ ബിസിനസ് രംഗത്ത് പല താജ് ഹോട്ടലായാലും ജിഞ്ചർ ഹോട്ടലായാലും അങ്ങനെ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ അത് ലീല ഹോട്ടലിൻ്റെ ഒരു നെയിം പ്ലേറ്റിലൂടെയാണ് നമ്മൾ വളർന്നത്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റലാണ്. ബോംബെ അല്ലാത്ത മറ്റെവിടെ? ബോംബെ അല്ലാതെ ഞാൻ ബാംഗ്ലൂർ താജിൻ്റെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കകത്ത് തന്നെ ഒരു 10-12 സ്റ്റേറ്റിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ചുരുങ്ങിയ കാലയളവിലാണ് ഇത് ഒരു നല്ലൊരു രീതിയിൽ ഇത്രയും പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഇലക്ട്രിക്കൽസ് വർക്ക്സിലൊക്കെ കോൺട്രാക്ട് എടുക്കുന്ന പുതിയ കോൺട്രാക്ടർമാരോട് സാറിന് എന്ത് പറയാനുള്ളത്? പുതിയ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു സാർ മറ്റൊരു ഹോട്ടലിലോട്ട് ട്രാൻസ്ഫറായി പോയാൽ നമുക്ക് അവർ വിളിച്ച് പണി തരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് കൃത്യമായിരിക്കും, കറക്റ്റ് ടൈമിന് ചെയ്യാറുണ്ട്. ക്വാളിറ്റി വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതുവരെ നമ്മൾ വർക്ക് ചെയ്തതിനകത്ത് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മോശമായ രീതിയിലൊരു അഭിപ്രായം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള വർക്കുകളും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു രീതിയാണ് നമ്മുടേത്. ഉള്ള വർക്കുകൾ നമുക്ക് തരുന്ന വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ് നമുക്കുള്ളത്. ഏതൊരു ബിസിനസ്സിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫും വർക്കേഴ്സും ഒക്കെയാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് സാറിന് എത്രത്തോളം കിട്ടുന്നുണ്ട്? അവരുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നല്ല സപ്പോർട്ടാണ്. പക്ഷേ എൻ്റെ കൂടെ 100-ൽ പരം ജോലിക്കാർ ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാം ഗൾഫിൽ പോയവരുണ്ട്. ഈ ചെയ്തവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കൂടിയാണ് ചെയ്ത് തന്നിരിക്കുന്നതും. ഇപ്പോഴുള്ള നമ്മുടെ ഓഫീസിലെ ആൾക്കാരായാലും ഇപ്പോഴുള്ള സൂപ്പർവൈസർമാരും ജോലിക്കാർ ആൾക്കാരായാലും നല്ല എന്ന് വെച്ചാൽ നമ്മളൊരു ഓണർന്ന രീതിയിലല്ല അവരോട്ട് ഇടപെടുന്നത്, അല്ലെങ്കിൽ അവരെ ജോലിക്കാരെന്ന രീതിയിലല്ല കാണുന്നത്. നമ്മളൊരു വീട്ടിൽ എങ്ങനെ ഒരു കുടുംബത്തിൽ എങ്ങനെ ഒരു കുടുംബം എങ്ങനെ അതേ രീതിയിലാണ് എൻ്റെ കമ്പനിയും അവരുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ നിലനിർത്തിപ്പോകുന്നത്. അതുകൊണ്ട് എൻ്റെ കമ്പനിക്ക് ഇന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സാറിൻ്റെ ഫാമിലി, വൈഫ്? എൻ്റെ വൈഫ് ഇവിടെ ജോലി ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. എന്താണ് പേര്? എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയങ്ക ശ്രീകുമാർ എന്നാണ്. പ്രിയങ്ക ശ്രീകുമാർ. മക്കള് ഒരു മോളും ഒരു മോനുമാണ്. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോന് 5ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നു. മോൻ്റെ പേര് ശ്രീ നികേതസ് നായർ. മോള് ശ്രീ പാർവതി എസ് നായർ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോൺട്രാക്ടിങ് കമ്പനി ഒരുപാട് സ്ട്രഗിളൊക്കെ ഉള്ള ഒരു ഫീൽഡാണ്. ഈ സമയത്തൊക്കെ സാറിൻ്റെ വൈഫൊക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പിന്തുണ തന്നിട്ടുണ്ട്? നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടായാൽ തന്നെയും അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വൈഫിൽ നിന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു നല്ലൊരു വൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത് എല്ലാം കൊണ്ടും നമ്മുടെ ഒരു വീട്ടിൽ വന്ന ഒരു ലക്ഷ്മി, നല്ലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ എന്ത് പ്ലാൻ, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? ബോംബെയിലെയും ബാംഗ്ലൂരിലും എൻ്റെ ഓഫീസ് ഉണ്ടെങ്കിൽ തന്നെയും കുറച്ചുകൂടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ ഒരു ഓഫീസ് ഇടാൻ, കേരളത്തിലും കൂടെ എൻ്റെ ബിസിനസ് കുറച്ചുകൂടെ ഇപ്പോൾ അപ്പം സ്റ്റാർട്ട്
ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൂടെ ഒരു ഓഫീസൊക്കെ ഇട്ട് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഓഫീസ് ഇട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ 1-2 സ്റ്റേറ്റിലൂടെ നമ്മുടെ ഓഫീസും കാര്യങ്ങളായിട്ട് ബന്ധം കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ചാളിനെയും കൂടെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് കുറേ ആൾക്കാർ കൂടെ അവരുടെ ഉപജീവനമാർഗം കൂടെ നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകണമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഇപ്പം ഈ ബിസിനസ് അല്ലാതെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ഇവിടെ ഞങ്ങളുടെ സക്കിനാക്കിയിൽ തന്നെ ഒരു നായർ യൂണിറ്റ് ഉണ്ട്. അവിടെ ആദ്യമേ മെമ്പർഷിപ്പായിരുന്നു നായർ സംഘടന. അവിടെ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും കുറച്ച് പേര് ചേർന്ന് നാട്ടിൽ നിന്ന് വിഗ്രഹമെല്ലാം കൊണ്ടുവന്ന് ഒരു അമ്പലം, ചെറിയ അമ്പലം പണിഞ്ഞ് ആ അമ്പലത്തിൻ്റെ ഒരു സെക്രട്ടറിയായി ഇരിക്കാനുള്ള ഭാഗ്യവും പിന്നെ അതുകൂടാതെ ഞാൻ മഹാരാഷ്ട്ര കേന്ദ്രീയ നായർ സംഘടനയുടെ കമ്മിറ്റി മെമ്പറും കോർഡിനേറ്ററും കൂടാണ് ഇപ്പം. പിന്നെ സമാജങ്ങൾ, ഇവിടുത്തെ മലയാളി സമാജങ്ങൾ, അമ്മ സംഘടന, മുംബൈ മലയാളി സംഘടന, മലയാള മിഷന്, ഇങ്ങനെ ഒരുപാട് സംഘടനയിലേക്ക് അത് ഞാനുണ്ട്. നമ്മുടെ സ്വഭാവം അത് രൂപീകരിക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾ വഹിക്കുന്ന വലിയ പങ്കാണ്. അത് സാറിൻ്റെ പാരൻസിൻ്റെ എത്രത്തോളം സ്വാധീനം ഉണ്ടായിട്ടുണ്ട്? എൻ്റെ വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടുകാരായാലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഇത് ബോംബെക്ക് വരുമ്പോഴും ഇപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ സൈഡിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ എൻ്റെ ബ്രദറ്, എൻ്റെ വൈഫിൻ്റെ ബ്രദറ്, ഇവരുടെ എല്ലാം സപ്പോർട്ട് എൻ്റെ ബിസിനസ്സിന് വേണ്ടി തരുന്നുണ്ട്. തങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ, തിരക്ക് പിടിച്ച ബിസിനസ് യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് ജീവൻ ടിവിക്ക് ഐക്കൺസ് ഓഫ് ഇന്ത്യ എന്ന പ്രോഗ്രാമിന് സമയം അനുവദിച്ചത് വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.